സോ നെക്സ്റ്റ് ബ്രീതിങ് ഫീൽഡിൽ ബെഞ്ച് പ്രസ്. ഇത് എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല. സോ ഇതിനകത്ത് ബ്രീതിങ് മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. ഹെവി വെയ്റ്റ്സിന് പോകുമ്പോൾ എങ്ങനെയാണ്, ഒരു ബിഗിനർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. സോ ബിഗിനർ സെയിം തന്നെയാണ്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് അപ്പ് ചെയ്ത് ഇൻഹെയിൽ, ആ ഇൻഹെയിലാണ് വരേണ്ടത്. ആ ഇൻഹെയിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ താഴോട്ട് പോവുക. ദെൻ വെൻ യു ബ്രിങ് അപ്പ്, നമ്മുടെ ഒരു പിവറ്റിംഗ് പോയിന്റ് കഴിയുമ്പോൾ എക്സെയിൽ ചെയ്യുക. സോ അതാണ് ബിഗിനേഴ്സിന് ചെയ്യാനുള്ളത്, വെയിറ്റ് കുറഞ്ഞിരിക്കുമ്പോഴത്തേക്ക്. ബട്ട് വെൻ യു ഗോ ടു ആൻ അഡ്വാൻസ് സ്റ്റേജ്, നല്ല വെയിറ്റിൽ 1 റെപ്പ് മാക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വാൽസവാഗ മെന്യൂവർ ആണ് ചെയ്യുന്നത്. സോ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ എഗെയിൻ സെയിം തന്നെയാണ്. ബ്രീത്ത് എടുത്ത് നല്ല ടൈറ്റ് ചെയ്ത് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് വച്ചതിന് ശേഷം then you go down and full completely lock out ചെയ്തതിന് ശേഷമാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ആ ഡിഫറൻസ്. മേ ബി കുറച്ച് പ്രോ ആയിട്ടുള്ള ആൾക്കാർ ഈവൻ ദേ വിൽ ഡു ഹോൾഡ് ദ ബ്രെത്ത്സ് ഫോർ 1 or 2 to 3 റെപ്സ് കഴിഞ്ഞതിന് ശേഷമേ അവർ ബാക്കി എക്സെയിൽ ഇൻഹെയിൽ ചെയ്യത്തുള്ളൂ. സോ ഞാൻ രണ്ടും കാണിച്ചു തരാം. ഞാൻ പറയാം, നമ്മൾ സെയിം തന്നെ നമ്മൾ ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുക്കുമ്പോൾ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക, എയർ കംപ്ലീറ്റ് ഫില്ല് ചെയ്തു, ടൈറ്റ് ചെയ്തു ശേഷം ബാറ് പ്രോപ്പറായിട്ട് എടുത്തതിന് ശേഷം, ഇത് ബിഗിനേഴ്സിനാണ്. ബിഗിനേഴ്സ് ബ്രീത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ദെൻ യു ഗോ ഡൗൺ. ദെൻ ഒരു സ്റ്റിക്കിംഗ് പോയിന്റ് ഇവിടെ ഉണ്ട്. ഇവിടെ കഴിയുമ്പോൾ അഗൈൻ ബ്രീത്ത് എടുത്തു, സ്റ്റിക്കിംഗ് പോയിന്റ് വന്നു. സോ ദിസ് ഇസ് ഫോർ ബിഗിനേഴ്സ്. ഇത് 1 റെപ്പ് മാക്സ് നല്ല ഹെവി വെയിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫുൾ ബ്രീത്ത് എടുത്ത് വെക്കുക, ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. ദെൻ ബ്രിങ് ദ ബാർ ഡൗൺ, ഫുൾ ലോക്ക് ഔട്ട്. അഗൈൻ സോ ഇതാണ് ആ ഒരു ഡിഫറൻസ് ഇൻ ബ്രീത്തിങ്.